കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ നിഷേധിച്ച ഭിന്നശേഷിക്കാരി മരിച്ചു എന്ന പരാതി. മലപ്പുറം പുളിക്കൽ സ്വദേശി അശ്വത എന്ന 16-കാരിയാണ് ബുധനാഴ്ച മരിച്ചത്. ന്യൂമോണിയ ബാധിച്ച അശ്വതയെ വെന്റിലേറ്റർ ഒഴിവില്ല എന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ നിന്നും പോകാൻ ആവശ്യപ്പെട്ടെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. വെന്റിലേറ്റർ ഒഴിവാക്കണമെങ്കിൽ ചികിത്സയിലുള്ള രോഗി മരിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞതായും കുടുംബം പറഞ്ഞു. കൊണ്ടോട്ടി റിലീഫ് ഹോസ്പിറ്റലിൽ എന്നെ കാണിച്ചിരുന്നത്. അവിടുന്ന് ഒരു ടെസ്റ്റ് ചെയ്താണ്ട് പറഞ്ഞ് ന്യൂമോണിയ ബാധിച്ചിരുന്നു കുട്ടിക്ക്, അവിടെ ICUവിൽ കയറ്റണം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് വേണ്ട, ഞങ്ങൾക്ക് കോളേജിലേക്ക് ഒരു എഴുത്ത് തന്നാളി, മെഡിക്കൽ കോളേജിലേക്ക് ഒരു എഴുത്ത് തന്നാളി, ഞങ്ങളവിടെ പോയി കാണിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രാത്രി അതിരാണ്ട് പോയി. രാവിലെ എൻ്റെ വാർഡിക്കാക്കി. എൻ്റെ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞ്. അങ്ങനെ ഡോക്ടറെ ഞങ്ങൾ വിളിച്ചപ്പം ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞ് പിന്നെ ഇവിടെ ICUവും വെന്റിലേറ്ററൊന്നും ഫുള്ളാണ്, അതുകൊണ്ട് ഒരാൾ മരിച്ചെങ്കിൽ നമുക്ക് നിങ്ങളാണ്ട് കയറ്റാൻ പറ്റുള്ളൂ, നിങ്ങൾ പുറമെ എവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയി നോക്കിയെന്ന് പോലും പറഞ്ഞു. ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങളുമായി ചേർന്നത്. ശാന്തകുമാർ, ഗുഡ് മോർണിംഗ്. ഇത് എന്തൊരു ക്രൂരതയാണ് ശാന്തകുമാർ നടന്നിരിക്കുന്നത്. അതായത് ഒരു കുട്ടിക്ക്, ഒരു കുഞ്ഞിന് വെന്റിലേറ്റർ സഹായം നൽകണമെങ്കിൽ ഈ വെന്റിലേറ്ററിൽ നിലവിലുള്ള ചികിത്സയിലുള്ള രോഗി മരിക്കണമെന്നൊരു ഡോക്ടർ ഒരു കുടുംബത്തോട് പറയുകയാണ്. വലിയ അനാസ്ഥ, വലിയ സംഭവം. വിവരങ്ങൾ പറയാം. വലിയ അനാസ്ഥയാണ് സേതു. അത് ന്യായീകരിക്കാൻ കഴിയാത്തത് തന്നെയാണ്. അത് ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായ വലിയ വീഴ്ചയുമാണ്. അതായത് ഇതൊരു സാധാരണ കുട്ടിയല്ല, ജന്മന നടക്കാനും അതുപോലെ സംസാരിക്കാനും കഴിയാത്ത ഒരു ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട 16 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്കാണ് ചികിത്സ നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതായത് ഇവർക്ക് ന്യൂമോണിയ ബാധിച്ച് ഈ മാസം 13-ാം തീയതിയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അവിടെ നിന്ന് ഒരു ദിവസം മുഴുവൻ കാഷ്വാലിറ്റിയിൽ അവരെ ചികിത്സിക്കുന്നു. അതിനെ തുടർന്ന് അപ്പോഴാണ് ഈ ഓക്സിജന്റെ അളവ് വലിയ തോതിൽ കുറഞ്ഞു വരുന്നു. ഈ ഓക്സിജൻ അളവ് കുറഞ്ഞപ്പോഴാണ് വെന്റിലേറ്ററിലേക്ക് മാറ്റണം, ICUവിലേക്ക് മാറ്റണം എന്നുള്ള രീതിയിലേക്ക് ആശുപത്രി വരുന്നത്. പക്ഷേ അവിടെ അതിനുള്ള ഒഴിവില്ല. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റിക്കോളൂ എന്ന് ആശുപത്രിക്കാർ പറയുന്നു. അതിനുള്ള കാരണം പറയുന്നത് വെന്റിലേറ്റർ ഒഴിവാണെങ്കിൽ ഇനി ഈ വെന്റിലേറ്ററിലുള്ള രോഗി മരിക്കണം എങ്കിൽ മാത്രമേ ഒഴിവുള്ളൂ എന്ന് പറഞ്ഞാണ് ഇവരെ ആ സ്ഥലത്തു നിന്നും ആശുപത്രിയിൽ നിന്നും മാറാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. വളരെ ക്രൂരമായ ഒരു നിലപാട് സ്വീകരിച്ച ആശുപത്രി അധികൃതർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ കഴിയുന്നതാണ്. ഉടനെ അവർ മറ്റൊരു ആശുപത്രിയിലേക്ക് പെട്ടെന്ന് മാറ്റുകയാണ്. അത് അടുത്തുള്ള ഒരു വലിയ ആശുപത്രിയായിരുന്നു. പക്ഷേ ആശുപത്രിയിലെ ചെലവ് താങ്ങാൻ കഴിയുന്നില്ല. ഒരൊറ്റ ദിവസം മാത്രമാണ് അവർക്ക് അവിടെ ചികിത്സ നൽകാൻ കഴിഞ്ഞത്. അവിടെ നിന്നും ഉടനെ മറ്റൊരു മെഡിക്കൽ കോളേജിലേക്ക്, സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ആ മാറ്റുന്നതിനിടെയാണ് ഈ കുട്ടിയുടെ മരണം സംഭവിക്കുന്നത്. അതായത് ഈ കുട്ടി ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ചികിത്സയിൽ തുടരുകയാണെങ്കിൽ, വെന്റിലേറ്ററിൽ തുടരുകയാണെങ്കിൽ ആ കുട്ടിയുടെ ജീവൻ നിലനിർത്താൻ കഴിയുമായിരുന്നു. ആശുപത്രികളിൽ നിന്നും ഒരു ആശുപത്രിയിൽ നിന്നും മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനുള്ള സമയത്തിനിടെയാണ് ഈ കുട്ടിയുടെ മരണം സംഭവിക്കുക എന്നുള്ളതാണ് ഏറെ ഖേദകരമായ കാര്യവും. അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിന് ചികിത്സാ സൗകര്യമില്ല എന്നുള്ള ഒരു നിലപാടിലേക്കാണ് ആശുപത്രി അധികൃതർ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അത് തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് നമുക്കറിയാവുന്ന പോലെ ഈ ഏറ്റവും കൂടുതൽ പേർ സമീപിക്കുന്ന ആശുപത്രിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. പാവപ്പെട്ട ഒരുപാട് പേർ ഈ പറഞ്ഞതുപോലെ മറ്റ് സ്വകാര്യ ആശുപത്രികളിൽ പോകാൻ, ചികിത്സിക്കാൻ പണമില്ലാത്തവരുടെയൊക്കെ ഏക ആശ്രയം കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്. ആ ഭാഗത്തുള്ളവർ ഏത് മെഡിക്കൽ കോളേജും ആകട്ടെ, എല്ലാവർക്കും വേണ്ടി ഈ ചികിത്സാ ഭാരം സഹിക്കാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് സർക്കാരിന്റെ മെഡിക്കൽ കോളേജുകളൊക്കെ ഉള്ളത്. ഇപ്പോൾ ഈ സംഭവത്തെ തുടർന്ന് ആശുപത്രി അധികൃതർ സ്വീകരിക്കുന്ന നിലപാട് എന്താണ്? ഇവിടെ മതിയായ വെന്റിലേറ്റർ സൗകര്യമില്ലെന്നും ചികിത്സാ സൗകര്യമില്ലെന്നും അങ്ങനെയാണോ? അവർക്കൊരു ഒറ്റ വിശദീകരണം മാത്രമേ ഉള്ളൂ. അവിടെ ആവശ്യമുള്ള സൗകര്യമില്ല, അതായത് എല്ലാം ഫുള്ളാണ് എന്നുള്ള ഒരൊറ്റ നിലപാടാണ് അവർക്കുള്ളത്. അതായത് വെന്റിലേറ്ററും ഇല്ല, ICUവും ഇല്ല, ഇതിലെല്ലാം രോഗികളുണ്ട്. അവിടെ കിടത്തി ചികിത്സിക്കുന്നതിന് മറ്റൊരു സംവിധാനം നിലവിലില്ല, ഒഴിവില്ല എന്നുള്ളത് തന്നെയാണ് അവരുടെ വിശദീകരണമുള്ളത്. ആ വിശദീകരണം തൃപ്തികരമല്ല. കാരണം ഈ കുട്ടി ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാരണക്കാരായ കുട്ടിയല്ല. അതായത് ഒരു ഭിന്നശേഷിക്കാരായ കുട്ടിയാണ്, 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്, ജന്മന നടക്കാനും അതുപോലെ തന്നെ സംസാരിക്കാനും കഴിയാത്ത ഒരു പെൺകുട്ടിയാണ്. ഇവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങളും പ്രത്യേക നിയമങ്ങളും എല്ലാം ഉണ്ട്. അതൊന്നും പാലിക്കാൻ ഈ ആശുപത്രി അധികൃതർ തയ്യാറായില്ല എന്ന് തന്നെ വേണം നമുക്കതൊന്ന് മനസ്സിലാക്കാനും പറയാനും. കാരണം ഒരു തരത്തിലും ആ കുട്ടിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ആശുപത്രിയുടെ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. കാരണം ഓക്സിജന്റെ അളവ് വളരെയധികം
കുറഞ്ഞിട്ടും വളരെയധികം തോതിൽ പെട്ടെന്ന് കുറഞ്ഞു വന്നിട്ടും അത് ഉടനെ വെന്റിലേറ്ററിലേക്ക് മാറ്റി ചികിത്സ നൽകേണ്ട ഒരു സാഹചര്യത്തിലാണ് ആ കുട്ടിയെ മറ്റൊരു ആശുപത്രിയിലേക്ക് വേഗത്തിൽ മാറ്റിക്കോളൂ എന്നുള്ള ഒരു മറുപടിയും ഒരു നിലപാടും ഈ ആശുപത്രി എടുക്കുന്നു എന്നുള്ളതാണ് അതിലേറെ ഖേദകരവും ഉണ്ടായ ഒരവസ്ഥ ചെയ്തു. ഓക്കെ ശാന്തകുമാർ, ശരി. ഒരു വലിയ അനാസ്ഥയ്ക്ക് ഇരയാക്കപ്പെട്ട് 16 വയസ്സുള്ള ഭിന്നശേഷിക്കാരി ഒരു പെൺകുട്ടിക്ക് കൂടി ജീവൻ നഷ്ടമായിരിക്കുന്നു എന്നുള്ളൊരു കാഴ്ചയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ഡോക്ടർമാർക്ക് എങ്ങനെയാണിത് പറയാൻ പറ്റുക? ശ്വാസം കിട്ടാതെ ഒരു പെൺകുട്ടിയെ കൊണ്ടുവരുമ്പോൾ, ഒരാളെ കൊണ്ടുവരുമ്പോൾ, ഒരു ഭിന്നശേഷിക്കാരിയെ കൊണ്ടുവരുമ്പോൾ അവിടെ വെന്റിലേറ്റർ സൗകര്യമില്ല, നിങ്ങൾ മറ്റൊരു ആശുപത്രിയിലേക്ക് വിടൂ. ഒരു സഹായം പോലും ചെയ്ത് അവസാന നിലയ്ക്കെങ്കിലും ഒന്ന് അതിലേക്ക് ഇടപെടാതെ ഇങ്ങനത്തേക്കൊരു നിലപാടെടുക്കാൻ എങ്ങനെയാണ് മെഡിക്കൽ കോളേജുകൾക്ക് സാധിക്കുക, ഡോക്ടർമാർക്ക് സാധിക്കുക? ആരോഗ്യവകുപ്പിന്റെ വീഴ്ച തന്നെയാണ് സംഭവത്തിൽ. ഇനി കൂടുതൽ പ്രതികരണങ്ങൾ കൂടി വരേണ്ട സമയങ്ങൾ കൂടിയാണ്.